ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്രെഡിറ്റ് കാർഡ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഹൈ പ്രൊഫൈൽ ജോബ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ കമ്പനി പെട്ടെന്ന് കൊളാപ്സ് ആവുകയും ജോബ് ലോസ് സംഭവിക്കുകയും ചെയ്തു. എന്നോട് പങ്കുവച്ചൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുള്ളിയുടെ ഒരു സാലറി സ്കെയിലൊക്കെ അനുസരിച്ച് പുള്ളിക്ക് 1,30,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് മാത്രം ഉണ്ടായിരുന്നു. സാമ്പത്തിക അഡ്വൈസർ ചിലപ്പോൾ പുള്ളി സേവിങ്സിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു കൊടുത്തൊരു അഡ്വൈസ് കണ്ടിട്ടാണ് പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ ഈ 1.30 കാർഡുകളിൽ 2 50 ഒരെണ്ണം 30,000 ദിറത്തിൻ്റെ കാർഡാണ്. അപ്പോൾ ഈ 30,000 രൂപയുടെ കാർഡ് പുള്ളി എന്ത് ചെയ്തു, ഈ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനമായിട്ട് പുള്ളി ക്രെഡിറ്റ് ഷീൽഡും ഒരു 2% ലാഭിക്കാം എന്നുള്ള രീതിയിൽ പുള്ളി അത് ആ ക്രെഡിറ്റ് ഷീൽഡ് എന്ന് പറഞ്ഞ സംഭവം പുള്ളി ഡിസേബിൾ ചെയ്ത് കളഞ്ഞു. സെറ്റിൽമെൻറ്റിന് വേണ്ടി പോയപ്പോൾ ഈ 50,000 രൂപയുടെ കാർഡ് നമ്മൾ ഈ ജോബ് ലോസിൻ്റെ പ്രൂഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ 2 കാർഡും പുള്ളിയുടെ ക്യാൻസലായി. പക്ഷേ ഈ 30,000 രൂപയുടെ കാർഡ് ഈ ഒരൊറ്റ മിസ്റ്റേക്ക് കാരണം പുള്ളിക്ക് ക്യാഷ് അടച്ച് ക്ലിയറൻസ് എടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളിൽ പലരും ഇതുപോലെയുള്ള ചെറിയ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും സ്റ്റേറ്റ്മെൻറ്റ് എമൗണ്ടിനകത്ത് 2% ലാഭിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷീൽഡ് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. കാര്യം ഇത് ഓൺലൈൻ ഫ്രോഡ് ഏറ്റവും കൂടുതൽ നടക്കുന്ന മേഖലയാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ്. എനിക്ക്